നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം സുരേട്ടൻ നല്ല പെർഫോമൻസാണ്. പക്ഷേ നമ്മൾ മണിച്ചേട്ടനായിരുന്നുവെങ്കിൽ കുറ്റം പറയുന്നതല്ല, നാക്കുകൊണ്ട് ഒരു ഡയലോഗ് പോലും പറയാതാണ് അയാൾ അവാർഡ് വാങ്ങിച്ചത്. അപ്പോൾ അയാളെ കഴിവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. യാത് നടൻ ചെയ്യും, സൂര്യൻ കീരനൊക്കെ പോകാൻ പറയാം. വിങ്ങി പൊട്ടി വേറെ ഒന്നല്ല, നമ്മുടെ മണിച്ചേട്ടൻ, നമ്മളെ മലയാളത്തിലെ മണിച്ചേട്ടന് കുറച്ചുകൂടെ ഫൈറ്റ് അല്ലേ, അപ്പം ഫൈറ്റ് സീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ രണ്ട് രീതിയിലുള്ള പടം, ക്ലാഷ് ഒന്നുമില്ല. കണ്ണ് നിറയുന്നേക്കാൾ ത്രില്ലർ, മനസ്സ് നിറയുന്ന കാഴ്ച. വിക്രം കംബാക്ക് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിക്രം പോയിട്ടില്ല ഇവിടുന്ന്. സിനിമ നല്ലതാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആക്ഷൻ മൂവി. ഓൾറെഡി വന്നതുപോലെ പുതുമയൊന്നും ഇല്ല കഥയിൽ, പക്ഷേ എല്ലാവരുടെയും ആക്ടിങ് വളരെ സൂപ്പറാണ്. നല്ല ആക്ടിങ്, കൊള്ളാം, നല്ല പടം. കൊള്ളാം, പടം കൊള്ളാം, നല്ല പടം. കൈതി പോലെയൊന്നുമല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ക്ലൈമാക്സ് രസമുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് കാണാൻ ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല മാസ് ആക്ഷൻ പടം. ക്ലാഷ് ആയിട്ട് പറയാൻ പറ്റൂല കേട്ടോ. രണ്ട് രീതിയിലുള്ള പടം, ക്ലാഷ് ഒന്നുമില്ല. ഇതെന്തായാലും ഓടും, സുഖമായിട്ട് ഓടിക്കോളും. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഒരു വൺ നൈറ്റിൻ്റെ ഒരു സ്റ്റോറിയാണ്. പിന്നെ കുറേ തമിഴ് മൂവീസിൽ ഇപ്പം ഇതേപോലത്തെ സ്റ്റോറി ലൈനാണ് കാണിക്കുന്നത്. വിക്രം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിക്രം സുരാട്ടൻ നല്ല റോളാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ, കിടിലം പടം, എല്ലാവരും കിടിലം പടം കൊള്ളായിരുന്നു. നല്ല എൻഗേജിങ് ആണ്. ഒരു 3 മണിക്കൂർ നേരം എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പാടുണ്ട്. നല്ല എൻഗേജിങ് ആയിരുന്നു പടം. ക്ലാഷ് അതിനെക്കാട്ടി ഈ ടിക്കറ്റ് കിട്ടാത്തൊരു ഈ പടത്തിന് കയറുന്നതായിരിക്കും നല്ലത്. അവർക്കൊരു വിരുന്ന് തന്നെയാണ്. കൈതി പോലെയല്ലേ, ഇത് ത്രില്ലറാണ്. കൈതി ഒരു ആക്ഷൻ ബേസ്ഡ് മൂവി തന്നെയായിരുന്നല്ലോ. ഇത് ത്രില്ലർ ബേസ്ഡാണ്. നമ്മൾ ഉടനീളം സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. എല്ലാവരും കൊള്ളായിരുന്നു. നല്ലൊരു പടം തമിഴിൽ നിന്ന് പറഞ്ഞാൽ വിക്രം. എല്ലാവരും വിക്രം കൊള്ളാം, നിറഞ്ഞിരിക്കും. നല്ല അഭിപ്രായം തന്നെയാണ്. ഈ ലൂസിഫർ ടിക്കറ്റ് കിട്ടാത്തൊരു കയറുന്നതായിരിക്കും ബെറ്റർ. കണ്ണ് നിറയുന്നേക്കാൾ ത്രില്ലർ, മനസ്സ് നിറയുന്ന കാഴ്ച. ചേട്ടാ നല്ലതായിരുന്നു. കുറച്ചുകൂടെ ഫൈറ്റ് അല്ലേ, അപ്പം ഫൈറ്റ് സീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലതായിരിക്കും. ഓവറോൾ കൊള്ളായിരുന്നു. എന്തോ വിക്രം നല്ലതായിരുന്നു കേട്ടോ. കൊള്ളാം ബ്രോ, നൈസാണ്, നൈസ് പടമാണ്. എല്ലാവരും നൈസ്, ഡയറക്ഷനും എല്ലാം പൊളിയാണ്. ത്രില്ലർ ഉണ്ടേ, ഒരു നൈറ്റ് നടക്കണം അവിടെ. സുരേഷ് ചേട്ടൻ ത്രൂ ഔട്ട് നൈസാണ്. എല്ലാവരും പൊളിയാണ്, നൈസാണ്. വിക്രം പൊളിച്ചടുക്കിയിട്ടുണ്ട് എല്ലാം. വിക്രമിൻ്റെ വീരധീരസൂര വളരെ നല്ല പടമാണ്. പടം പിന്നെ പാർട്ട് 2 ഇറക്കിയതുകൊണ്ട് ഈ പാർട്ട് 2 1 എന്ത് പറയാൻ വരുന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ ഹിൻഡും ഇട്ട് പോകായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാലും പടം എൻജോയബിളാണ്. വിക്രമൊക്കെ നല്ല പെർഫോമൻസാണ്. ദൂഷര വിജയൻ നന്നായിട്ടുണ്ട്. എസ് സൂര്യ അന്യായ പെർഫോമൻസാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് നല്ല രീതിയിലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മാലാപാർവതി ഓക്കെയാണ്. പടം നന്നായിട്ട് വർക്കാവും. വിക്രം കംബാക്ക് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിക്രം പോയിട്ടില്ല ഇവിടുന്ന്. അപ്പം പുള്ളി ഇവിടെ ഉണ്ട്. ചില പടങ്ങൾ കറക്റ്റ് സെലക്ഷൻ നന്നായിട്ട് ആവാത്തായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഷിബുവിൻ്റെ പടമാണ്. നന്നായിട്ടുണ്ട് പടം, നന്നായി വരും പടം. നന്നാവേണ്ട പടമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 എന്താണ് പറയുന്നതിനെ കുറിച്ചുള്ള നമുക്കൊരു ചെറിയൊരു ആസ് എ വ്യൂവർ പേഴ്സണലി എനിക്ക് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അവസാനം അതൊക്കെ ചില സൂചനകളൊക്കെ ഇട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒന്നാണ് ഇനി കാണേണ്ടത്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കൊള്ളാം ബ്രോ, കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളി. വിക്രത്തിൻ്റെ പടം കാണാൻ വേണ്ടി ഇന്നലെ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരത്തെ അതിൻ്റെ തലേ ദിവസമേ ടിക്കറ്റ് എടുത്ത് വെച്ചു. കാര്യം ഞാൻ വിക്രത്തിൻ്റെ പടം കാണാൻ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അഭിനയം എന്താണെന്ന് പഠിക്കാൻ പറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേരുള്ള നമ്മൾ ലാലേട്ടനെ പോലെ മമ്മൂക്കയെ പോലെ ഭയങ്കര അഭിനയമാണ്. കാര്യം ഇത്രയും വലിയ നടനായിട്ട് നമ്മളെ ലാലേട്ടനെയും മമ്മൂട്ടിനെയൊക്കെ വെച്ച് പറയുന്നത് കേൾക്കണം. ഞാൻ അവരെ കണ്ടാണ് അഭിനയം പഠിക്കുന്നതെന്നാണ് പറയണത്. അതിലുപരി നമ്മളെ ഒരു നടനെയും കൂടെ ആര് പറയുന്നത്, വിക്രം പറയുന്നുണ്ട്. ആരെയാണ്? നമ്മളെ മണിച്ചേട്ടൻ്റെ കുറവ് ഈ സിനിമ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സുരാജേട്ടൻ ചെയ്ത ആ ക്യാരക്ടർ അത് മണിച്ചേട്ടനായിരുന്നെങ്കിൽ തിയേറ്ററൊക്കെ കാത്തി പൂരപ്പറമ്പായിരുന്നു. സുരാജേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സിനിമയിലെന്ന് പറയുന്നത്. കാര്യം അത്ര ഗംഭീരമായിട്ട് സുരാജേട്ടൻ അത് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ സുരാജേട്ടന് ഒരു അവസരം കിട്ടി. സുരാജേട്ടൻ തമിഴിൽ പോയി ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ട് അവിടുത്തെ കയ്യടികൾ നേടിക്കൊണ്ട് വരണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം സുരാജേട്ടൻ നല്ല പെർഫോമൻസാണ്. പക്ഷേ നമ്മൾ മണിച്ചേട്ടനായിരുന്നുവെങ്കിൽ കുറ്റം പറയുന്നതല്ല, വിക്രത്തിനൊപ്പം നമ്മളെ ജമിനി സിനിമ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്കി നിന്നനായിരുന്നു. വിക്രത്തിൻ്റെ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ വിക്രത്തിന് ഇങ്ങനെ ഏറ്റവും വലിയ പേരുകേട്ട വലിയ നായികമാരൊന്നും വിക്രത്തിന് ആവശ്യമില്ല. ഒരു സിനിമയിൽ വന്ന് ഒരു ചെറുതായിട്ടൊന്നൊരു പേരെടുത്ത് വരുന്ന ഒരു ചെറിയ നായികയായിരുന്നാലും
അയാൾക്ക് അത് ഏറ്റവും വലുതായിട്ടാണ് അയാൾ കാണുന്നത്. അതാണ് വിക്രം എന്ന് പറയുന്നത്. ആ നായികനെ പുള്ളിയോട് അഭിനയിക്കുമ്പോൾ പുള്ളിയോട് അഭിനയിച്ച് അതിനെ വലുതാക്കി കൊണ്ടുവരും. കാര്യം അവരെ ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ അടുത്ത് അവർ ചെയ്യുമ്പോഴത്തേക്ക് അഭിനയിക്കുമ്പോഴത്തേക്ക് അവർ ഒരുപാട് അവർക്ക് ധൈര്യം വിടുകയാണ്. കാര്യം അത്ര നമ്മളെ ലാലേട്ടൻ ധൈര്യം കൊടുക്കും പോലെ, മമ്മൂക്ക ധൈര്യം കൊടുക്കും പോലെ വിക്രം ധൈര്യം കൊടുക്കും. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറയണത് അങ്ങനെ എന്തോന്ന് അഭിനയം ഇത്, അല്ല അറിഞ്ഞിട്ട് ചോദിക്കണതാണ് അങ്ങനെ എന്തോന്ന് അഭിനയം വിക്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടം വന്നു പോകും കേട്ടോ. സ്റ്റണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യണം, ഇങ്ങോട്ട് 10 വാങ്ങുകയും ചെയ്യണം. അതാണ് സഹിക്കാൻ പറ്റാത്തത്. കാര്യം ഇത് കണ്ടപ്പം വിക്രത്തിൻ്റെ അഭിനയം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിങ്ങിപ്പൊട്ടി. വേറെ ഒന്നുമല്ല, നമ്മുടെ മണിച്ചേട്ടൻ്റെ, നമ്മളെ മലയാളത്തിലെ മണിച്ചേട്ടന് ഞാൻ കരഞ്ഞു. നമ്മളെ മണിച്ചേട്ടൻ്റെ ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ. കാര്യം മണിച്ചേട്ടൻ്റെ സിനിമകളിലൊക്കെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ ഇടി വാങ്ങിക്കുകയും ചെയ്യും, അവസാനം ഒരെണ്ണം കൊടുക്കുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ആ തിയേറ്ററിൽ നിന്നപ്പം വിക്രത്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എമ്പുരാൻ്റെ കൂടെ അല്ല പടം ഓടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല പടമാണ്. കാര്യം എമ്പുരാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം എന്നുള്ളൊരു പടമാണത്. അപ്പോൾ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം വിക്രവും നമ്മുടെ ആളാണ്, ലാലേട്ടനും നമ്മളെ ആളാണ്, നമ്മളെ മലയാളത്തിലെ മഹാനടനല്ലേ. സൂപ്പർ പടമാണ്. ഞാൻ കള്ളമല്ല പറഞ്ഞത്. കാര്യം അത്രത്തോളം ഭയങ്കര ആക്ട് ചെയ്യണം. ഇയാൾക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. കാര്യം പിതാമഹൻ എന്ന സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു നാക്ക് കൊണ്ട് ഒരു ഡയലോഗ് പോലും പറയാനാണ് അയാൾ അവാർഡ് വാങ്ങിച്ചത്. അപ്പോൾ അയാളെ കഴിവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. യാത് നടൻ ചെയ്യും. സൂര്യൻ കീരനൊക്കെ പോകാൻ പറയാം. സൂര്യനൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇതണൊക്കെ ആക്ടിങ് ചെയ്യണം. മനസ്സിലായി? ഇതാണ് അഭിനയം, ഇതാണ് വിക്രം. ഒരേ ഒരു വിക്രം സൂപ്പറാണ്.